ജൈവ കൃഷി ഒരു അസംബന്ധ നാടകമാണോ? മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമ്മിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ജൈവ പച്ചക്കറി എന്നത് സംയോജിത പച്ചക്കറിയേക്കാൾ എങ്ങനെയാണ് ശാസ്ത്രീയമായി മികച്ചതാകുന്നത് അന്വേഷിക്കുകയാണ് കേരള സമ്മിറ്റ്. ഓർഗാനിക് ഫാമിംഗ്, ജൈവ പച്ചക്കറി ഒരു തരംഗമായി തീരുമ്പോൾ യഥാർത്ഥത്തിൽ അതിലെത്രത്തോളം ശാസ്ത്രീയമായ സാധുതയുണ്ട്? ജൈവ പച്ചക്കറി, നെല്ലും പതിരും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. സ്വയം സഹായ പച്ചക്കറി വിപണന സംഘം നിറവിന്റെ പ്രസിഡന്റ് ശ്രീ സത്യൻ, കാസർഗോഡ് കാർഷിക സർവകലാശാല പ്രൊഫസർ ഡോക്ടർ കെ എം ശ്രീകുമാർ, പ്രകൃതി കൃഷി പ്രചാരകൻ ശ്രീ കെ എം ഹിലാൽ, ജനകീയ ജൈവ പച്ചക്കറി കൃഷി കോഴിക്കോട് ജില്ലാ സംഘാടക സമിതി ചെയർമാൻ ശ്രീ കെ പി കുഞ്ഞഹമ്മദ് കുട്ടി, ഒപ്പം കൃഷിക്കാരും പൊതുജനങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ തുടങ്ങുന്നത് ശ്രീ ഹിലാലിൽ നിന്നാണ്. സംയോജിത കൃഷി രീതിയേക്കാൾ എങ്ങനെയാണ് ഓർഗാനിക് ഫാമിംഗ് ശാസ്ത്രീയമായി മികച്ചതാകുന്നത് എന്ന ചോദ്യത്തോടു കൂടി നമുക്ക് തുടങ്ങാം. ജൈവ കൃഷി എന്ന് പറയുന്നത് ആധുനിക രാസകൃഷി ലോകത്തിൽ തുടങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ അപകടം മനസ്സിലാക്കി കർഷകർ പിന്തിരിയും എന്നും മനസ്സിലാക്കിയ ബുദ്ധിജീവികൾ തുടക്കമിട്ട ഒരു നാടകമാണ് ജൈവ കൃഷി, ഓർഗാനിക് ഫാമിംഗ്. അതിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഹൊവാർഡ് പോലും ശാസ്ത്രീയമായ യാതൊരുവിധ പഠനങ്ങളും നടത്താതെ രൂപപ്പെടുത്തിയ ഒരു അസംബന്ധമാണ് ഓർഗാനിക് ഫാമിംഗ്. അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങ് പ്രാധാന്യം നൽകുന്ന, അങ്ങ് വിശ്വസിക്കുന്ന കൃഷിരീതിക്ക് നൽകുന്ന പേരെന്താണ്? കൃഷിരീതിക്ക് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി മികച്ച വിളവ് ലഭിക്കുന്ന ചാണകവും ചവറും മാത്രം ഉപയോഗിച്ച് യാതൊരു കീടനാശിനിയും ഉപയോഗിക്കാതെ, ഇപ്പോൾ ജൈവ കീടനാശിനികൾ പോലും ഉപയോഗിക്കാതെ, ഇപ്പോൾ രാസകീടനാശിനിയൊക്കെ അപകടകരവും ജൈവ കീടനാശിനി അപകടരഹിതമാണെന്നാണ് ജൈവ കൃഷിക്കാർ പറയുന്നത്. അത് അസംബന്ധമാണ്. പുകയില കഷായം എക്കാലക്സിനേക്കാളും എൻഡോസൾഫാനേക്കാളും അപകടകരമായ വിഷം തന്നെയാണ്. അതും കൂടി ഉപേക്ഷിച്ചിട്ട് ഞാനൊക്കെ കേരളത്തിൽ ഇപ്പോൾ പല ഭാഗത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി രീതി, അതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. കാരണം അതിന് ധാരാളം മാതൃകകളും പഠനങ്ങളും നമ്മൾ നടത്തിയപ്പോൾ അത് ഏതെങ്കിലും ഒരു പേരിൽ അറിയപ്പെടുക, കൃഷി എന്ന് പറഞ്ഞാൽ മതി, വിഷരഹിത കൃഷി. വിഷരഹിത കൃഷി, ശരി. ഇതെന്തുകൊണ്ടാണ് ശ്രീ കെ പി കുഞ്ഞഹമ്മദ് കുട്ടി സർക്കാരിന് ബോധ്യപ്പെടാത്തത്? ഈ ജൈവ കൃഷി ഒരു നാടകമാണ്, അസംബന്ധമാണെന്ന് ഹൊവാർഡ് പോലും പറയുന്നുവെന്നാണ് ശ്രീ ഹിലാൽ പറയുന്നത്. ഇത് സർക്കാരിന് ബോധ്യപ്പെടുന്നില്ല. ജൈവ കൃഷി ഒരു നാടകമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. നാം ഉദ്ദേശിക്കുന്നത് വിഷരഹിതമായ പച്ചക്കറി ബഹുജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അനുവദനീയമായിട്ടുള്ളതിലും വർദ്ധിക്കാതെ വിഷമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഇന്ന് മാർക്കറ്റിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ കേരളീയനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ കിട്ടുന്ന ഈ പഴവർഗ്ഗങ്ങളായാലും പച്ചക്കറികളായാലും വിഷമയമാണ്. കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒട്ടുമിക്ക പച്ചക്കറികളിലും വിഷാംശം അനുവദനീയമായതിലും വളരെ കൂടുതലാണ്. ഫലപ്രദമായ രൂപത്തിലുള്ള പരിശോധന നടത്തിയില്ലെങ്കിൽ മാരകമായ വിഷാംശമുള്ള ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിക്കഴിച്ച് ഗുരുതരമായ രോഗികളുടെ ആയി മാറുന്ന സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത്. ശ്രീ ശ്രീകുമാർ, നോക്കൂ, ശ്രീ കുഞ്ഞഹമ്മദ് കുട്ടി പറഞ്ഞതിൽ നിന്ന് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഓണത്തിന് പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വാക്ക് മാരകം, വിഷാംശം, മാരകമായ പച്ചക്കറിയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് എന്ന ധാരണയിലാണ് കഴിക്കാൻ പോകുന്നത്. ഇതിന് പിന്നിൽ എത്രത്തോളം ശാസ്ത്രീയ സത്യമുണ്ട് ശ്രീകുമാർ? വെള്ളായണി കാർഷിക കോളേജിലാണ് കേരളത്തിലെ പച്ചക്കറികളും അതുമാതിരിയുള്ള ഉൽപ്പന്നങ്ങളുടെയും വിഷാംശം, റെസിഡ്യൂ, അവശിഷ്ട വിഷാംശം പരിശോധിക്കുവാനുള്ള ലാബറട്ടറി, ഗവൺമെൻറ് അപ്രൂവ്ഡ് അക്രഡിറ്റഡ് ലാബറട്ടറി ഉള്ളത്. അവിടെ കഴിഞ്ഞ 8 വർഷമായിട്ട് പരിശോധിച്ചതിൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2% കൂടുതൽ വിഷാംശം, 2 മുതൽ 3% കൂടുതൽ വരെയാണ് പച്ചക്കറികളിലെ വിഷാംശം ഉള്ളത്. ഇതാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതേമാതിരി തന്നെ, അതായത് 98% പച്ചക്കറികളും വിഷരഹിതമാണ്. ആ അർത്ഥത്തിൽ മാരകമല്ല. അതെ, മാരകമല്ല. പിന്നെ അത് കൂടാതെ ഇത് ആ ലാബറട്ടറിയുടെ ഹെഡായിട്ടുള്ള ഡോക്ടർ നസീമ ബീവി പാലക്കാട് വെച്ചിട്ട് നടന്ന ഒരു സെമിനാറിൽ അവതരിപ്പിച്ച ഈ പ്രബന്ധത്തിൽ പറയുന്നത് 2.04% അനുവദനീയമായിട്ടുള്ള അളവിനേക്കാളും കൂടുതൽ വിഷാംശം ഉള്ളത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ പറ്റിയിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തരം വിഷാംശം റെസിഡ്യൂ
മൂന്ന് തരത്തിലാണ് നോക്കുന്നത്. ഒന്ന് FSSAI, രണ്ടാമത്തേത് കോഡക്സ്, മൂന്നാമത്തേത് യൂറോപ്യൻ യൂണിയൻ. ഇവിടെ യൂറോപ്യൻ യൂണിയൻ്റെതാണ് എടുത്തിട്ട് പരിശോധിച്ചിട്ട് 7% കൂടുതലാണെന്ന് പറയുന്നത്. അതും 7% മുതൽ 12% വരെ ഉള്ളൂ പറയുന്നത്. കാരണം യൂറോപ്പിൽ പല കീടനാശിനികളും അനുവദിച്ചിട്ടില്ല, അവിടെ സാധാരണ ഉപയോഗിക്കാത്തതാണ്. അപ്പൊ അവരതിനൊരു റെസിഡ്യൂ അളവ് MRL വാല്യൂ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ അനുവദനീയമായിട്ടുള്ള കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ്? നമ്മൾ ഈ പച്ചക്കറികൾ പലപ്പോഴും നേരിട്ടിട്ടല്ല കഴിക്കുന്നത്. നമ്മൾ സാമ്പാർ വെച്ചിട്ടും പുളിശ്ശേരി വെച്ചിട്ടും വേവിച്ചിട്ടാണ് കഴിക്കുന്നത്. വേവിക്കുമ്പോൾ 98% വരെ കഴുകിയ ശേഷം നമ്മൾ വേവിച്ചു കഴിഞ്ഞാൽ വലിയ തോതിൽ, പ്രത്യേകിച്ച് പുളിയിട്ട് വേവിക്കുകയാണെങ്കിൽ വലിയ തോതിൽ വിഷാംശം പൂർണ്ണമായിട്ടും വിഘടിച്ച് പോകുമെന്നാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ വലിയൊരു പരിഭ്രാന്തിയുടെ യാതൊരു ആവശ്യവുമില്ല. ഈ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിന് പിന്നിൽ ശാസ്ത്രീയമായ ഒരു ബോധവും ഇല്ല എന്ന നിഗമനത്തിൽ എത്താൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. അതായത് ഇത് പരിശോധിച്ചിട്ട് ഈ റെസിഡ്യൂ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ MRL വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ അനുവദനീയമായിട്ടുള്ള അളവ് എന്ന് പറയുന്നത് എന്താണെന്നും കൂടെ നമ്മൾ നോക്കണം. എലികൾക്ക് പല തലമുറയോളം ഒരു വിഷം കൊടുത്തിട്ട്, ഇപ്പൊ എൻഡോസൾഫാൻ ഏതും ആയിക്കോട്ടെ, പല തലമുറയോളം കൊടുത്തിട്ട് അതിന് ഏറ്റവും ഒരു പ്രതികൂല ഫലവും ഇല്ലാത്ത ഒരു വിഷാംശം ഒരു ഡോസ് നമ്മൾ കണ്ടെത്തുന്നു. അത് NOAEL, നോ ഒബ്സർവബിൾ അഡ്വേഴ്സ് ഇഫക്റ്റ് ലെവൽ എന്നാണ് അതിനെ പറയുക. പക്ഷെ പല തലമുറ കൊടുത്തു കഴിഞ്ഞാൽ പോലും കുഴപ്പമില്ല. അതിന്റെ 100-1 ഈ അനുവദനീയമായിട്ടുള്ള അളവായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നത്. വരാം ശ്രീ സത്യൻ, നോക്കൂ, നിങ്ങൾ വിശ്വസിക്കുന്നത് ഒരു കാർഷിക സർവകലാശാലയിലെ ഒരു പ്രൊഫസറായ ശ്രീകുമാറിന്റെ വാദമാണോ, അതോ ശാസ്ത്രീയമായ ഒരു ബോധവും ഇല്ലാതെ ഇത്തരം പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു ഭാഗത്ത് ഭരണകൂടമാണെങ്കിലും മറുഭാഗത്ത് കൃഷിയിലെ ആത്മീയാചാര്യന്മാരാണെങ്കിലും അവരെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ആരെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? എനിക്ക് ആരെയും വിശ്വസിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ പറയാനേ പറ്റുള്ളൂ. ഇങ്ങനെ സാങ്കേതികമായ അളവുകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാം. ആ അറിവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഞങ്ങളുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. എങ്ങനെയാണ്? അനക്ഡോട്ടൽ ഫാലസി എന്നാണ് പറയുക. നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ നിരീക്ഷണത്തെ തള്ളിക്കളയുക സാധ്യമല്ല. പക്ഷെ ഞങ്ങൾക്കുണ്ടായ അനുഭവം പറയാമല്ലോ. 2006 ഞങ്ങളുടെ പ്രദേശത്ത് ഒരു ചെറിയ സർവേ നടത്തി. അവിടെ 7 ക്യാൻസർ രോഗികളെ കണ്ടെത്താൻ സാധിച്ചു. അതിൽ 7-ൽ 5 പേരും വനിതകളായിരുന്നു. അപ്പൊ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കൂടുതൽ എണ്ണം ക്യാൻസർ വന്നു എന്ന് ഞങ്ങൾ പഠനം നടത്തിയപ്പോൾ മെഡിക്കൽ കോളേജിലെ പാത്തോളജി വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഡോക്ടർമാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ മാരകമായ വിഷം അടിച്ചിട്ടുള്ള പച്ചക്കറികൾ കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ്. പഠനം നടത്താൻ കാണിച്ച ശ്രീ സത്യന്റെ ശാസ്ത്രീയമായ താല്പര്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ ആ പഠനം പൊളിഞ്ഞു പോകുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. എവിടെയാണെന്ന് അറിയാമോ? ഹോട്ടൽ റെസ്റ്റോറന്റിലെ കുക്കുമാരിൽ എത്ര പേർക്ക് അങ്ങനെയാണെങ്കിൽ ക്യാൻസർ ബാധിക്കണമായിരുന്നു സർ? പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ഞങ്ങളുടെ നിറവിലുണ്ട്. അതാണ് ശാസ്ത്രീയമായ പ്രശ്നം. നോക്കൂ സാർ, ഈ സാമ്പിളിംഗ് ആണ്. ഇതൊരു അനക്ഡോട്ടൽ ഫാലസി എന്ന് പറയുന്നത് പോലെ ഒരു പ്രത്യേക പ്രദേശത്തെ മാത്രം എടുത്തുകൊണ്ട് ഇത്തരം വാദത്തിൽ എത്ര കഴമ്പുണ്ട്? ഇതിൽ യാതൊരു കഴമ്പുമില്ല, ശാസ്ത്രീയത അതിലില്ല. കാരണം നമ്മൾ എപ്പിഡെമിയോളജിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് ഈ പഠനങ്ങൾ, വളരെ വിശാലമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സാമ്പിളിംഗ്, അതിൽ ഏജ് ഫാക്ടർ ഒഴിവാക്കിക്കൊണ്ടുള്ള ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു കാര്യത്തെ കാണാൻ. കാരണം ക്യാൻസർ എന്ന് പറയുന്നത് പ്രാഥമികമായും പ്രായത്തിൻ്റെ ഒരു രോഗമാണ്. ഒരു സമൂഹത്തിൽ പ്രായമായിട്ടുള്ള ആൾക്കാർ കൂടിക്കൂടി വരുംതോറും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടിക്കൂടി വരുമെന്നാണ് ഈ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ പറയുന്നത്. പക്ഷേ ശതമാന കണക്കുണ്ട്. അതായത് നിങ്ങൾക്ക് 75 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ 5 ഇരട്ടിയാണ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ 75 വയസ്സ് കഴിയുമ്പോഴേക്കും. ജനിക്കുന്ന കുട്ടിക്ക് ക്യാൻസർ ഇല്ല എന്നല്ല, അതിന്റെ അർത്ഥം വരാനുള്ളത് ഒരു കുട്ടിയേക്കാൾ ഏകദേശം 5 മടങ്ങ് സാധ്യത കൂടുതലാണ് 70 വയസ്സിന് ശേഷം ക്യാൻസർ. ശരിയാണെന്ന് RCC കണക്കുകൾ പറയുന്നുണ്ട്. ശരി, എനിക്ക് ചോദിക്കാൻ മറ്റൊരു കാര്യം, നമ്മളൊരു 10 കൊല്ലത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ അളവ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? അതിന്റെ ഒരു മറുപടി എന്താണ്? അതായത് ഒരു 30 കൊല്ലത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസറിന്റെ അളവ് കൂടി വരികയാണ് ചെയ്യുന്നത്. എന്താണ് കാരണം? നമ്മുടെ ആൾക്കാരുടെ ആയുർദൈർഘ്യം കൂടി വരുന്നു. പണ്ട് 60-ാം വയസ്സിൽ മരിച്ചു പോയിരുന്നത് ഇന്ന് 90 വയസ്സ്, 80 വയസ്സ്, 90 വയസ്സ് വരെ വളരെ സാധാരണയായിട്ട് പോകുന്നു. 1910 ആദ്യത്തെ സെൻസസ് എടുത്തപ്പോൾ 26 വയസ്സായിരുന്നു നമ്മുടെ ആയുസ് ഉണ്ടായിരുന്നത്. 26 വയസ്സ് ശരാശരി. ഇന്നോ 1901 ഇങ്ങനെ ഒരു സെൻസസ് വീടാന്തരം തോറി നടത്തി എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്.
അതൊക്കെ ഈ ആധുനിക കാലത്ത് മാത്രം നടന്നിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് 1826-ലാണ് ആദ്യത്തെ സെൻസസ് നടക്കുന്നത്. അല്ല, ആ സെൻസസ് ഇങ്ങനെ വീട് വീടാന്തരം കയറി സമഗ്രമായ ഒരു സെൻസസ് നടന്നിട്ടില്ല. 26 വയസ്സാണ് 1901 നമ്മുടെ നാട്ടിലെ മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അത് തലയ്ക്കെന്തോ കുഴപ്പമുണ്ടായിട്ട് പറയുന്നതാണ്. അതായത് നമ്മുടെ നാട്ടില് ആയുർദൈർഘ്യം അക്കാലത്ത് ഇതിനേക്കാൾ കൂടുതലായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും. അതായത് 1901 ജനിക്കുന്ന 26% കുഞ്ഞുങ്ങൾ മരിച്ചുപോയെന്നാണ് ഈ കണക്ക് പ്രകാരം തന്നെ പറയുന്നത്. അതായത് 256ഓളം മരണനിരക്ക് ശിശുമരണത്തിനുണ്ട്. അപ്പൊ ആ ശിശുമരണ നിരക്കിന് ഒരു കാരണമുണ്ട്. എന്താ കാരണം? അതായത് ഇന്ന് ആരോഗ്യമില്ലാതെ ജനിക്കുന്ന കുഞ്ഞിനെയും ദുരിതങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ആശുപത്രിയും മരുന്നും ഉപയോഗിച്ചിട്ട് ജീവിപ്പിക്കുന്നു. അതൊരു കാരണം. അതൊരു പോസിറ്റീവായ കാര്യമല്ലേ? അല്ല, ഒരിക്കലുമല്ല. ആരോഗ്യമുള്ള കുഞ്ഞിനാണ് 250 നിന്ന് 11 ശിശുമരണ നിരക്ക് കുറച്ചത്. ശ്രീഹിലാൽ 250 നിന്ന് 11 ശിശുമരണ നിരക്ക് കുറഞ്ഞത് ഒരു പോസിറ്റീവായ കാര്യമല്ലേ? അല്ല, അത് ഡാർവിനിസത്തിന് തന്നെ എതിരാണ്. സത്യൻ ഹിലാലിനെ അംഗീകരിക്കും ഈ വാദം. ശിശുമരണ നിരക്ക് കുറച്ചത് ഒരു പോസിറ്റീവായ കാര്യമല്ല എന്ന് ഹിലാൽ പറഞ്ഞാൽ അംഗീകരിക്കും. പോസിറ്റീവ് കാര്യം തന്നെയാണ്. താങ്കൾ അംഗീകരിക്കുമോ കുട്ടി? ഒരിക്കലും അംഗീകരിക്കില്ല. പോസിറ്റീവായ കാര്യം. പിന്നെ താങ്കൾ എങ്ങനെ ആരെ വിശ്വസിപ്പിക്കും? ഈ ചർച്ചയിൽ താങ്കളോടൊപ്പം താങ്കളോടൊപ്പം നിൽക്കുന്നവർ പോലും വിശ്വസിക്കുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് ശിശുമരണ നിരക്ക്, ഞാനൊരു ഡാർവിനിസത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇങ്ങനെ ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നത് പ്രകൃതിയുടെ സിദ്ധാന്തത്തിനെതിരാണ്. ആരോഗ്യമുള്ള കുഞ്ഞാണ് ജീവിക്കേണ്ടത്. ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ നിന്നോ ജനനശേഷമോ ഇല്ലാതാകേണ്ടതാണ് പ്രകൃതി നിയമം. എന്ന് വെച്ചാൽ അതാണ് പ്രകൃതി നിയമം. ആരോഗ്യമില്ലാത്തൊരു കുഞ്ഞിനെ കൊന്നു കളയണമെന്ന ആർഗ്യുമെന്റ് എന്റെ ആർഗ്യുമെന്റ് വളരെ കൃത്യമാണ്. ശ്രീഹിലാൽ അങ്ങ് പറഞ്ഞത് എന്താണ്? ആരോഗ്യമില്ലാത്ത കുഞ്ഞ്. ശ്രീഹിലാൽ അത് സെയിം ടോൺ നോക്കൂ. ഞാൻ പറയട്ടെ, മരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ അർഹതയില്ലാത്ത കുടുംബജീവിതത്തെ, സാമൂഹ്യ ജീവിതത്തെ തകർത്തെറിയുന്ന അനാരോഗ്യമുള്ള തലമുറ മരിക്കാൻ അനുവദിക്കണം എന്ന് വെച്ചാൽ മരിക്കാൻ അനുവദിക്കണം എന്ന് വെച്ചാൽ അതായത് വാൽവില്ലാതെ ജനിച്ച കുട്ടി, കിഡ്നി ഇല്ലാതെ ജനിച്ച കുട്ടി, ആ കുട്ടിക്ക്, ആ കുഞ്ഞിന് ഈ ഭൂമിയിൽ അത് ജീവിക്കാൻ പാടില്ല. അതാണ് പ്രകൃതി നിയമം. തന്നെയാണ് കൊല്ലണം എന്ന് ഞാൻ പറഞ്ഞത്. കൊല്ലണമെന്ന് പറഞ്ഞാൽ നമ്മള് അല്ല, നിങ്ങൾ പ്രോപ്പറായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ മരണമാണ്. അല്ലല്ല, അങ്ങനെയല്ല. അതായത് ഈ കൃത്രിമമായി ജീവിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? മരുന്ന് കമ്പനികൾക്കും ആശുപത്രികൾക്കും നമ്മുടെ കുടുംബത്തെ കൊള്ളയടിക്കാനാണ്. ജനിക്കുന്ന കുഞ്ഞിന് ഹൃദയത്തിന് വാൽവിന് തകരാറുണ്ടെങ്കിൽ മരണത്തിന് വിട്ടുകൊടുക്കുകയാണോ വേണ്ടത്? ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയാണോ വേണ്ടത്? ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാം. കേൾക്കണം സാർ, മനുഷ്യനിൽ വിശ്വസിക്കുന്ന, മനുഷ്യനിൽ സ്നേഹം വേണമെന്ന് വിശ്വസിക്കുന്ന ആളുകളൊന്നും അത് പറയില്ല. ബ്ലൈൻഡായ ബിലീഫ് അല്ല ശാസ്ത്രത്തിൻ്റെത് ഉള്ളതെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ചർച്ച 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. നമ്മൾ അന്വേഷിക്കുകയാണ് ജൈവ കൃഷി നെല്ലും പതിരും. വിഷരഹിതമായ പച്ചക്കറികൾ അത് ജൈവ കൃഷിയിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ എന്ന് ജൈവ കൃഷിക്കാരും ജൈവ കൃഷിയെയും രാസവളത്തെയും എതിർക്കുന്ന പ്രകൃതി കൃഷിരീതി എന്ന മറ്റൊരു സമ്പ്രദായവും മറുഭാഗത്ത് രാസകൃഷിയും. ഇതിനിടയിൽ എവിടെയാണ് നമ്മൾ സാധ്യത കണ്ടെത്തേണ്ടത്? ഏതിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അന്വേഷിക്കുകയാണ് കേരള സമിറ്റ്. ശ്രീകുട്ടി നോക്കൂ, സർക്കാരിന്റെ വിശ്വാസം എന്താണ് ഈ കാര്യത്തിൽ? ഹിലാൽ പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പില്ല, ഒട്ടും യോജിപ്പില്ല. ഇവിടെ നമുക്ക് ജനങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറികൾ ലഭ്യമാകണം. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. മാരകമായ രാസ കീടനാശിനികൾ ഉപയോഗിക്കുക, അമിതമായ തോതിൽ രാസവളങ്ങൾ പ്രയോഗിക്കുക, സ്വാഭാവികമായും ലഭിക്കുന്ന ഉൽപ്പന്നത്തിൽ വലിയ തോതിൽ അപകടകരമായ രൂപത്തിൽ മാലിന്യങ്ങളുണ്ട്, വിഷാംശമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വിഷരഹിതമായ പച്ചക്കറി ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചർച്ചയുടെ ഘട്ടത്തിൽ ശ്രീകുമാർ തന്നെ ഒബ്ജക്ട് ചെയ്തതാണ് താങ്കളുടെ ഈ നിരീക്ഷണം. ശ്രീകുമാർ, എന്താണ് അദ്ദേഹത്തോട് പറയാനുള്ളത്? അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? 2% താഴെ മാത്രമല്ലേ അത്തരത്തിൽ 2 മുതൽ 3% വരെയാണ് വെള്ളായണി കാർഷിക കോളേജിൽ നടത്തിയ കഴിഞ്ഞ 8 വർഷത്തെ പഠനങ്ങളുടെ ആകത്തുകയായിട്ട് കാണുന്നത്.
ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ 26 സെന്ററുകളിൽ ഇതുമാതിരി പച്ചക്കറികൾ മാത്രമല്ല പഴങ്ങളും പല ഉൽപ്പന്നങ്ങളും എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കുന്നുണ്ട്. അതിന്റെയൊക്കെ റിപ്പോർട്ട് നെറ്റിൽ ലഭ്യവുമാണ്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ 2 മുതൽ 3% പൊതുവായിട്ട് കണ്ടിരിക്കുന്നത്. നമ്മുടെ ജനങ്ങളുടെ ജീവിതാനുഭവമായി തട്ടിച്ചു വേണം ഈ കാര്യങ്ങളിലൊക്കെ വിലയിരുത്തൽ അല്ല സർ, നടത്തേണ്ടത്. അല്ല സർ, 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 അല്ല സർ. ഞാൻ വരാം. നടത്തുന്നതാണ് ശാസ്ത്രീയം. അല്ലല്ല സർ, അനുഭവം അശാസ്ത്രീയമാണ്. അല്ല, ഹിലാൽ, ഹിലാൽ. പറയാം. അല്ലല്ല, മാത്രമല്ല, എന്താ അറിയാം ശ്രീകുട്ടി, അല്ല എന്താണ് ശ്രീകുട്ടി ഒരു താങ്കൾ പറഞ്ഞ sample- അല്ല താങ്കൾ പറഞ്ഞ ഈ വാദത്തിന് ഒരുപാട് അപകടങ്ങളുണ്ട്. താങ്കൾ എന്താണ് ഇപ്പൊ പറഞ്ഞത്? ജനങ്ങളുടെ ജീവിതാനുഭവമായിട്ട് തട്ടിച്ചു നോക്കി വേണം ശാസ്ത്രത്തെ വിലയിരുത്താൻ. അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല സർ. അല്ല, ഞാൻ- അതുകൊണ്ടാണ് ഞാൻ കാർഷിക പറഞ്ഞത് സർവകലാശാലയ്ക്ക് ഗ്രാൻഡും വെള്ളായണി UGCയും ഈ ഒരു ശാസ്ത്രത്തിന് പ്രൊഫസറും അല്ല. ഇവിടെ ഇരുത്തുന്നത്. അല്ലെങ്കിൽ അല്ല, പറയട്ടെ. അല്ലെങ്കിൽ ഹിലാലിന് അല്ല. അല്ലെങ്കിൽ ഹിലാലിന് UGC ശമ്പളം കൊടുത്ത് നിങ്ങൾ എന്തുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുന്നില്ല? വെള്ളായണി ഹിലാൽ പറയുന്നതിന് ഹിലാലിന്റെ അനുഭവത്തിൽ നിന്നാണെങ്കിൽ ഇദ്ദേഹം പറയും ഇദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നല്ല. അതാണ് വ്യത്യാസം. വെള്ളായണി കാർഷിക സർവകലാശാലയിലെ ഗവേഷണ റിപ്പോർട്ടുകൾ ഞാൻ തള്ളുന്നില്ല. പിന്നെന്താണ് പക്ഷേ അതേ വെള്ളായണി കാർഷിക സർവകലാശാലയിലെ റിപ്പോർട്ട് എന്ന് പറയുന്നത് സാമ്പിൾ സർവേ മാത്രമാണ്, വളരെ ഒറ്റപ്പെട്ട പരിശോധനകൾ മാത്രമാണ്. അതാണ് രീതിശാസ്ത്രം. വ്യാപകമായ അതാണ് രൂപത്തിൽ രീതിശാസ്ത്രം. ഉള്ള എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാരെ പരിശോധിച്ച് ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച് അതിന്റെ ഫലം പുറത്തു വരുന്ന രീതികളില്ല. വെള്ളായണിയിൽ എങ്ങനെയാണ് സാമ്പിൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 14 ജില്ലകളുള്ളത് 7 ജില്ലയിൽ നിന്ന് ഒന്നിടവിട്ട ജില്ലകളിൽ നിന്ന് ഒരു മാസം സാമ്പിൾ എടുക്കുന്നു. ഏതെങ്കിലും ഒരു പച്ചക്കറി ഷോപ്പിൽ പാളയത്തുനിന്നാവാം എവിടെങ്കിലും ആവാം ബില്ല് കൊടുത്തിട്ട് ഒരു പച്ചക്കറി പൈസ കൊടുത്തിട്ട് ബില്ല് വാങ്ങിക്കുന്നു. 1/2 കിലോ ക്യാരറ്റോ ബീട്രൂട്ടോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്നു. അങ്ങനെ 7 ജില്ലകളിൽ നിന്ന് വാങ്ങിച്ച് വെള്ളായണി കൊണ്ടുവന്ന് അത് അനലൈസ് ചെയ്യുന്നു. അടുത്ത മാസം വേറെ 7 ജില്ലകളിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സാമ്പിളിംഗ്. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, കീടനാശിനി ഉപയോഗിക്കേണ്ടത് ഇത്രയാണ്, ഇത്ര കണക്ക് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ പല മാധ്യമങ്ങളും പല സ്ഥലത്തും സർവേ നടത്തിയിട്ടും ഒക്കെ കാണിച്ചിട്ടുണ്ട് യാതൊരു കണക്കും ഇല്ലാതെ ഇത് കുപ്പിയോടെ പാർന്ന് ഒരു വലിയ അളവിൽ എടുത്തുകൊണ്ട് അടിച്ച് ഇങ്ങനെ തളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിന് വിഷം ഉണ്ടാവില്ലേ? നിയന്ത്രിതമായ കീടനാശിനികളാകാമെന്നാണോ സത്യൻ പറയുന്നത്? കീടനാശിനി പ്രയോഗം ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. ശ്രീ ഹിലാലോ? കീടനാശിനികൾ പൂർണ്ണമായും നിരോധിക്കേണ്ടതാണ്. ഡോക്ടർ ശ്രീകുമാറിനെ പോലുള്ള രാസ തീവ്രവാദികളാണെന്നാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ ശ്രീകുമാറിനെ രാസ തീവ്രവാദി എന്നാണ് ഹിലാൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. രാസ തീവ്രവാദി. ശ്രീ ഹിലാൽ, അങ്ങയുടെ ശരീരത്തിൽ രാസപ്രവർത്തനം അല്ലാതെ നടക്കുന്ന ഒരു പ്രവർത്തനം പറയാം. രാസപ്രവർത്തനമല്ല നടക്കുന്ന, ജൈവ പ്രവർത്തനമാണ് ജീവനുള്ള ശരീരത്തിൽ നടക്കുന്നത്. രാസവസ്തുക്കളെ ജൈവഘടനയിലേക്ക് മാറ്റുന്ന ജീവാണുക്കളും സൂക്ഷ്മാണുക്കളും പരമാവധിയുള്ള എല്ലാ ജീവാണുക്കളും ചേർന്ന് ജൈവാവസ്ഥയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടായത്. ആ ജീവശരീരത്തിൽ രാസപ്രവർത്തനമാണ് നടക്കുന്നതെന്ന് പറയുന്നത് രാസതീവ്രവാദമാണ്. ശ്രീ ഹിലാൽ, ഞാനും രാസതീവ്രവാദിയാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങ് ഓക്സിജൻ ശ്വസിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ രാസവസ്തുവാണെന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? ബയോളജിക്കലാണോ? ഓക്സിജൻ 118 മൂലകങ്ങളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 119ാമത്തെ മൂലകം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അമേരിക്ക ഉണ്ടായിരുന്നോ? ഓക്സിജൻ എപ്പോഴാണ് കണ്ടുപിടിച്ചത്? പ്രാണവായു ഒരു രാസവസ്തുവാണെന്ന് പറയുന്നത് ഉപ്പ് രാസവസ്തുവാണ്. ഉപ്പ് എന്ന് പറയുന്നത് വെള്ളം രാസവസ്തുവാണോ? ഒരിക്കലുമല്ല. അതായത് H2O ആണ് വെള്ളം എന്ന് പറയുന്നത് ശാസ്ത്രീയ വിഡിത്തമാണ്. എന്ന് വെച്ചാൽ H2 അല്ല വെള്ളം. വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അതെന്താണ്? പക്ഷേ നിങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിച്ചേർത്തിട്ട് വെള്ളം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പറ്റും. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേരുന്നിടത്ത് വായു എന്ന എനർജി സന്നിവേശിക്കുന്നത് കൊണ്ട് രൂപപ്പെടുന്ന മഹാ ഊർജമാണ് ജലം. ആ ജലത്തിന്റെ കണ്ണുകൊണ്ട് കാണാവുന്ന രൂപം മാത്രമാണ് വെള്ളം, അല്ലാതെ H2O അല്ല. ആൾക്കാർ കാണുന്നുണ്ട്. തീർച്ചയായും കാണാൻ വേണ്ടിയല്ല പറയുന്നത്, കാണാനും കേൾക്കാനുമാണ് ഞാൻ പറയുന്നത്. 2 ഹൈഡ്രജൻ ആറ്റം ഒരു ഓക്സിജൻ ആറ്റവുമായിട്ട് കൂടിച്ചേരുമ്പോൾ നിങ്ങൾ 2 ഹൈഡ്രജൻ ആറ്റം ഒരു ഓക്സിജൻ ആറ്റവും കൂടി കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടാണോ ഇത് വിശ്വസിച്ചത്? ആണോ? മനസ്സിലായില്ല.
എനിക്ക് കെമിസ്ട്രിയിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറിനോടുള്ള വിശ്വാസവും വിശ്വാസത്തെക്കാൾ ഉപരിയായി ഞാൻ എന്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ബോധ്യപ്പെട്ടതുമാണ് ഈ കാര്യം. ഒരു പരീക്ഷണവും നിരീക്ഷണവും കൂടെ അല്ല, നിങ്ങളുടെ വിശ്വാസമാണ്. അത് താങ്കളുടെ വിശ്വാസമാണ്. എട്ടാം ക്ലാസ് ഞാൻ പഠിച്ച ആളല്ലേ. വോളിയം ഹൈഡ്രജനും ഒരു വോളിയം ഓക്സിജനും എടുത്ത് തീയുടെ പിന്നെ സാന്നിധ്യത്തിൽ വെള്ളം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പരീക്ഷണമായിട്ട് സാന്നിധ്യം വേണം. അപ്പൊ എനർജി അല്ലേ? തീയൊരു എനർജി അല്ലേ? ആ എനർജിയും ഹൈഡ്രജനും ഓക്സിജനും ഇനിയും മനുഷ്യൻ കണ്ടുപിടിക്കാൻ കിടക്കുന്ന കോടാനുകോടി മൂലകങ്ങളും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഈ പറയുന്ന മൂലകങ്ങൾ പ്രപഞ്ചത്തിൽ കോടാനുകോടി മൂലകങ്ങൾ. തീർച്ചയായും നമ്മൾ കണ്ടെത്തിയത് 118 ഉള്ളൂ. 118 ഇനിയൊന്നും ഇല്ലെന്നാണോ? 118 അപ്പുറമുള്ള ഒരു മൂലകം പറയും. 119ാമത്തെ മൂലകം പറയും. എനിക്കറിയില്ല. കോടാനോടി മൂലകം. വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, ഈ രാസ തീവ്രവാദി ഇത് മറ്റൊരു മൗലികവാദമാണ്. അതെ, തീർച്ചയായും മൗലികവാദമാണ്. മൗലികത വേണമല്ലോ നമുക്ക്, വേണ്ടേ? പക്ഷേ മൗലികത തെറ്റാണോ? മൗലികവാദം വേണമോ എന്നതാണ് പ്രശ്നം. സർക്കാരിന്റെ ഭാഗത്തുള്ള ഉദ്യോഗസ്ഥര് ഈ പച്ചക്കറി പഴം മാർക്കറ്റിൽ നടത്തുന്ന മിന്നൽ പരിശോധനയിൽ അവർ രാസവളത്തിന്റെ ആ പഴങ്ങളിലും കൈതച്ചക്ക, മാമ്പഴം എങ്ങനെയുള്ള ഓരോ പഴങ്ങളിലും ഇത്ര അളവിലുണ്ട്, അത് കഴിച്ചിട്ട് ഛർദി, വയറിളക്കം അങ്ങനെ വന്ന് കുട്ടികൾ മരിച്ചു എന്ന് വരെ. മാങ്ങയുടെ കാര്യത്തില് ഈ പച്ചക്കറി അല്ല, ഇതിന്റെ മുകളിൽ കീടനാശിനിയുടെ അംശം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ സാധാരണ കേസിൽ വളരെ വളരെ ചെറിയൊരു അളവിലേ വരാൻ സാധ്യതയുള്ളൂ. അത് മറ്റ് പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. പക്ഷേ പിന്നെ ഇവിടെ മാങ്ങയുടെ കാര്യത്തിലാണെങ്കിൽ കാൽഷ്യം കാർബൈഡ് ആണ് സാധാരണ മാങ്ങ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ നിന്നും എത്തിലീൻ ഗ്യാസ് ആണ് പുറത്തേക്ക് വരുന്നത്. ആ ഗ്യാസ് എന്ന് പറയുന്നത് പിന്നെ ആർക്കും ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, ഛർദ്ദിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ ഈ കാൽഷ്യം കാർബൈഡ് മാങ്ങയിൽ പുരണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അബ്ഡോമിനൽ അപ്സെറ്റ് വരാം, ഇത് പ്രശ്നങ്ങൾ വരാം. പക്ഷേ ഈ എത്തിലീൻ ഗ്യാസ് എന്ന് പറയുന്നത് സാധാരണ ഏത് പഴവും പഴുക്കുമ്പോൾ പ്രകൃതിദത്തമായിട്ട് വരുന്ന ഗ്യാസാണ് എത്തിലീൻ ഗ്യാസ്. കാൽഷ്യം കാർബൈഡ് വെച്ചിട്ടുള്ള പഴുപ്പിക്കൽ FSSAI പ്രകാരം അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത്? അതായത് കാൽഷ്യം കാർബൈഡ് ഈ മാങ്ങയിൽ പുരളാം അല്ലെങ്കിൽ ഭക്ഷ്യസാധനങ്ങൾ പുരളാം എന്നുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട്. അല്ല, അത് പുരണ്ടാൽ എന്താ കുഴപ്പമെന്ന് പറയുന്നത്? രാസവളവും കീടനാശിനി പോലെ തന്നെ അപകടം തന്നെയാണ്. വാഴക്കുലയുടെ ചുണ്ടിനെ മുറിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് യൂറിയ കലക്കിയിട്ട് കെട്ടിവെക്കുന്നത് കൃഷിക്കാരാണ്. സാർ, വളരെ കൃത്യമായ ഒരു കാര്യം ഓണമാണ്, നേന്ത്രക്കായ വരുന്ന സമയമാണ്. സാധാരണ ഇലകളിൽ തളിച്ചാലാണ് യൂറിയൊക്കെ വലിച്ചെടുക്കുക. ഇതിന്റെ കൂമ്പിലെ കൂടെ വളരെ ചെറിയൊരു അളവിൽ മാത്രമേ വലിച്ചെടുക്കപ്പെടുള്ളൂ. പക്ഷെ അത് നമ്മൾ ഒരിക്കലും നിർദ്ദേശിച്ചിട്ടുള്ള ശുപാർശ ചെയ്തിട്ടുള്ള ഒരു രീതിയല്ല. ശാസ്ത്രീയമായ കൃഷി രീതി അല്ല. ശാസ്ത്രീയമായിട്ട് കൃഷി രീതിയല്ല. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? 69 വയസ്സായി. കാര്യമായ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇനി അത് ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഈ കഴിച്ച ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുഴപ്പം പിടിച്ച ഭക്ഷണമാണെന്ന് കരുതുന്നുണ്ടോ? കുഴപ്പം പിടിച്ച ഭക്ഷണം വെച്ചാൽ ഈ 69 വയസ്സ് പ്രായത്തിനിടയിൽ ഒരു 30 വയസ്സിന്റെ മുന്നേ ഞാൻ ക്യാൻസർ എന്ന് കേട്ടിട്ടില്ല. അർബുദം എന്നുള്ള വാക്കെന്നെ കേട്ടിട്ടില്ല. പക്ഷെ അതിന്റെ ശേഷം ഇന്ന് നിത്യസാധാരണമാണ്. ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ട് അർബുദം. അതിന്റെ പേരിൽ ഞങ്ങളതായിട്ടുള്ള കൃഷി രീതികളാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. മറ്റേ രാസവളം ഉപയോഗിക്കാറില്ല. ചാണകം, ഗോമൂത്രം അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിറവ് ഞങ്ങൾ ഉണ്ടാക്കുന്നു, അത് ഞങ്ങൾ ഭക്ഷിക്കുന്നു. കൂടുതൽ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാനുള്ളൊന്നും ഈ പ്രായത്തിൽ എനിക്ക് പറ്റില്ല. സാമ്പാറിൽ ക്യാരറ്റ് ഇടുമ്പോ ഇത് മരുന്നടിച്ച ക്യാരറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണോ സാമ്പാറിൽ ക്യാരറ്റ് ഇടാറില്ല. ഉണ്ടാവല്ല അവിയൽ എന്തെങ്കിലും വെക്കുക ഇടുക, അതന്നെ നിർബന്ധം. കല്യാണത്തിന് സദ്യ ഉണ്ടാകുമ്പോ പോകുമ്പോ എന്ത് ചെയ്യും? സദ്യ ഉണ്ടാൻ പോകുമ്പോ ഉണ്ണല്ലേ, അല്ലാണ്ട് നിവർത്തില്ലല്ലോ. ഇത് ഒരിക്കൽ ചെന്നാലും കുഴപ്പമാണ്. സംഭവം ശരി തന്നെ. പക്ഷെ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. നമ്മളെ വീട്ടിലുണ്ടാക്കണതും വീട്ടിൽ നിന്ന് ചെയ്യേണ്ടതല്ലേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇത്തരം നിരീക്ഷണങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഭക്ഷണ രീതിയെക്കുറിച്ചുള്ള സംശയങ്ങളും പൊതുജനങ്ങൾക്ക് ഉണ്ടാവുന്നതിൽ തെറ്റു പറയാനാവില്ല. അങ്ങനെ ഉണ്ടാവുകയും വേണം. അതാണ് ഒരു ജനാധിപത്യത്തിന്റെ കരുത്തും. അന്വേഷിക്കുകയാണ് കേരള സമ്മിറ്റ്. നാടൻ ഭക്ഷണം പോലെ തന്നെ ജൈവ കൃഷിയും മലയാളിയുടെ ചിന്താമണ്ഡലത്തെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? അതാണ് കൃഷിശാസ്ത്രം പഠിക്കാത്ത കുറെ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടു. താങ്കൾ ഒരു കൃഷിക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നിലവിൽ ഈ ചാണകം, ഗോമൂത്രമൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അവയ്ക്ക് പകരം പൊട്ടാസ്യവും ബോഡോ മിശ്രിതവും ഒക്കെ തളിച്ചൊക്കെ വളരുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. അത് എത്രത്തോളം താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ട്? NPK പണ്ട് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. NPK ഇപ്പോൾ കേരളത്തിൻ്റെ മണ്ണിലാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ കുറവുണ്ട്. പല
കൃഷികൾക്കും പൊട്ടാസ്യം കൂടുതൽ ചേർത്ത് കൊടുക്കുക, അത് തെറ്റാണെന്നാണോ താങ്കൾ പറയുന്നത്? തെറ്റാണ് എന്നല്ല, നമ്മുടെ ആവശ്യമായ രൂപത്തിലല്ല ഇത് കൃഷിയെ കണ്ടിരിക്കുന്നത്. ഭൂമി, ഇത് മണ്ണ്, മഴ, കാറ്റ്, വെയിൽ, നേരത്തെ ഹിലാൽ സാൽ പറഞ്ഞതുപോലെ ഭൂമിക്ക് അതിൻ്റെതായ ഒരു പ്രത്യുൽപാദന ശേഷിയുണ്ട്. അത് നമ്മൾ അമിതമായിട്ട് നമുക്ക് അത് അമിത ലാഭത്തിൻ്റെ പേരിൽ നമ്മൾ അതിനെ നശിപ്പിക്കുന്നു. ഈ രാസവള കമ്പനികൾ, കീടനാശിനി കമ്പനികൾ, അവർ നമുക്ക് പ്രോത്സാഹനം തരികയാണ്. എന്നൊക്കെ ഒരു വർഷം കൊണ്ടുണ്ടാവും. ഇപ്പം നമ്മൾ പിന്നെ എന്താണ് ആ മറ്റേ വിത്തില്ലേ, ആ പയർ ഒരൊറ്റ ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മുരടിനാക്കിയാൽ മതി, ഒരു വീട്ടിൽ ആവശ്യത്തിനും അതിൽ കൂടുതലുണ്ടാവും. പിന്നീട് ആ മണ്ണിൽ നിങ്ങൾ കുഴിച്ചിട്ട് നോക്കൂ, ഒരു സാധനം മുളക്കില്ല. പക്ഷെ നമ്മുടെ നാടൻ പയറുകളാണ് നിങ്ങൾ കുഴിച്ചിട്ടതെങ്കിൽ ആ മണ്ണിൽ വീണ്ടും അത് മുളക്കും, വീണ്ടും ഉൽപ്പാദിപ്പിക്കും. പക്ഷേ ആ വിത്ത്, അപ്പം അത്തരം പ്രോത്സാഹനങ്ങൾ നമുക്ക് നന്നായിട്ട് കിട്ടുന്നു. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പുകളുടെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മൾ കൃഷി ചെയ്യുന്ന സകലമാന വിളകളും ജനിതക മാറ്റം വന്നിട്ടുള്ളത് തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഹെക്ടറിന് 40 കിലോ ഉണ്ടായിരുന്ന കാട്ടുപുല്ലാണ് ഇന്ന് നമ്മൾ കൃഷി ചെയ്യുന്ന നെല്ല്. ഇത് നൂറ്റാണ്ടുകളിലൂടെ കൃഷിക്കാരൻ നല്ലത് നോക്കി വിത്തെടുത്ത് വെച്ചിട്ടാണ് ഇന്ന് 6000 കിലോ ഉള്ള വിത്തായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ നിരന്തര മാറ്റം ഏത് മണ്ഡലത്തിലും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ടതില്ല. രണ്ടാമതായിട്ട്, പ്രകൃതിക്ക് ഒരു ക്യാരിയിങ് കപ്പാസിറ്റി, ഒരു ആവാസ വ്യൂഹത്തിന് അതിലെ അംഗങ്ങളെ പോറ്റാനുള്ള ഒരു ശേഷിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 175 കോടിയിൽ നിൽക്കണമെന്നാണ് വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. ഇന്ന് 750 കോടിയാണ് ലോക ജനസംഖ്യ. അപ്പൊ നമ്മൾ കൃത്രിമ മാർഗങ്ങളിലൂടെയാണ് നമ്മുടെ ഇക്കോളജിക്കൽ സിസ്റ്റത്തിന്റെ ആവാസ കഴിവ് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആൾക്കാർ ജീവനോടെ ഇരിക്കുന്നത്. ഹിലാൽ, വീണ്ടും സ്ട്രേറ്റ് ആയ ഒരു ചോദ്യം. ഈ കൃഷി എന്ന് പറയുന്നത് പ്രകൃതിയോട് ചേർന്നു പോകുന്നതാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രകൃതി വിരുദ്ധമാണ് കൃഷി. ആണല്ലോ. കൃഷി അങ്ങ് പറഞ്ഞ കൃഷി തന്നെ, ആ പ്രകൃതി കൃഷി എന്ന് പറയുന്നത് അങ്ങ് പിൻവലിക്കണം. പിൻവലിക്കുകയല്ല, ഇപ്പൊ ഞാൻ ഈ പ്രകൃതി കൃഷി എന്ന് പറയുന്നതിന് കാരണമുണ്ട്. അതായത് നമ്മളെല്ലാം പ്രകൃതി ജീവനം എന്നൊക്കെ കേൾക്കാറുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാവരും തുണി ഉരിഞ്ഞു കളഞ്ഞിട്ട് കാട്ടിനകത്ത് പോയി ജീവിക്കുന്നതെന്നല്ല. പ്രകൃതിയോട് അനുസൃതമായ ആവാസ വ്യവസ്ഥയിൽ ആരോഗ്യത്തോടെ എങ്ങനെ ജീവിക്കണം, അതിനുവേണ്ടി പ്രകൃതിയുടെ തത്വങ്ങളെ സ്വീകരിക്കുന്നതാണ് പ്രകൃതി എന്ന വാക്ക് കൃഷിയിൽ ഉപയോഗിച്ചതിന് കാര്യം. ശരി, പ്രകൃതി കൃഷി വഴി ഒരു ഹെക്ടറിൽ എത്ര നെല്ല് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് താങ്കളുടെ കണക്ക്? ഒരു ഹെക്ടറിൽ നിന്ന് 4500 കിലോ നെല്ല് ഞാൻ വിളയിച്ച് കാണിക്കാം. ഇവിടെ നമുക്ക് ഈ മീഡിയ 1 ചാനലിന്റെ തൊട്ടടുത്ത ഒരു പാടശേഖരം 2 ഏക്കർ എടുക്കുക, 1 ഏക്കർ ഡോക്ടർ ശ്രീകുമാറിന് കൊടുക്കുക, 1 ഏക്കർ ഞാനും എടുക്കാം. നമുക്കൊരു കൃഷി മത്സരം നടത്താം. ആർക്കാണോ കൂടുതൽ വിളവ് കിട്ടുന്നതെന്ന് നോക്കാം. നിങ്ങൾ രാസവളങ്ങളും കീടനാശിനിയും ജൈവവളവും ജൈവ കീടനാശിനിയും ഒക്കെ ഉപയോഗിച്ചോളൂ. ഞാൻ ഇതൊന്നും ഉപയോഗിക്കാതെ ഹെക്ടറിൽ നിന്ന് 4000 കിലോ നെല്ല് അളന്ന് തരുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ഞാൻ അതേ സ്ഥലത്ത് നിന്ന് എന്റെ ആധുനിക കൃഷിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് 8000 കിലോ 10000 കിലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്തരം വെല്ലുവിളികളാണ് കർഷകനല്ലാതെയാക്കി മാറ്റുന്നത്. 12,000 ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ ഉണ്ടാവില്ല. രണ്ടാം വിളക്കും വീണ്ടും മൂലകങ്ങൾ ചേർത്ത് കൊടുക്കാൻ 3 കൊല്ലം അടുപ്പിച്ച് ചെയ്യാം. 3 കൊല്ലം അടുപ്പിച്ച് ചെയ്യാം. കേരളത്തിൽ 2.5 ലക്ഷം ഹെക്ടർ നെൽപ്പാടങ്ങളുണ്ടല്ലോ. ആ കണക്ക് തെറ്റാണോ? 2 ലക്ഷമേ ഉള്ളൂ. അല്ല, പോട്ടെ, 1.5 ലക്ഷം വിട്ടു, പോട്ടെ. ആ 2 ലക്ഷം ഹെക്ടറിൽ നിന്ന് നിങ്ങൾ ജൈവകൃഷി ചെയ്താൽ, അതായത് 574 കിലോ നെല്ല് മാത്രമേ ഒരു ഹെക്ടറിൽ നിന്നുണ്ടാക്കൂ എന്ന ഒരു കണക്ക് ഇവർ പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് പ്രകാരം 2 ലക്ഷം ഹെക്ടറിൽ നിന്ന് 574 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കൂ. നമുക്ക് ആവശ്യമുള്ളതിലും മിച്ചം വരും. പിന്നെ എന്തിനാണ് ഈ ഭക്ഷ്യപ്രതിസന്ധി എന്ന് ഉമ്മാക്കി കാട്ടി നമ്മളെ പേടിപ്പിക്കുന്നത്? ഈ കള്ളക്കണക്കൊക്കെ എന്തിനാണ് പറയുന്നത്? പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. എങ്ങനെ തെറ്റ്? കണക്ക് കൂട്ടി നോക്കൂ. നമ്മൾക്ക് പിന്നെ ഇവിടെ നമുക്ക് 50 ലക്ഷം ടണ്ണാണ് കേരളത്തിൽ ആവശ്യമുള്ളത്. നമുക്ക് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് 5 ലക്ഷം ടണ്ണാണ്. നിങ്ങൾ പറഞ്ഞ കണക്ക് ആ കണക്ക് തന്നെ ഇപ്പൊ തിരുത്തി പറയല്ലേ? ഹെക്ടറിന്റെ ഉൽപാദന ശേഷി അല്ല പറഞ്ഞത്, പകരം 2550 കിലോ ആണ് ഇന്ന് നമ്മുടെ ഉൽപാദനക്ഷമത. 2 ലക്ഷം ഹെക്ടർ ആണ് നമുക്കുള്ളത്. 5 ലക്ഷം ടണ്ണാണ് നമുക്കിടെ ഉൽപാദനം. നമുക്ക് വേണ്ടത് 50 ലക്ഷം ടണ്ണാണ്. 10-1 മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അതിൽ തന്നെ പിന്നീട് നഷ്ടം വരും. പിന്നീട് അതിന്റെ പല പല ഘട്ടങ്ങളിൽ ഈ 5 ലക്ഷം ടണ്ണിൽ നിന്ന് വീണ്ടും നഷ്ടം വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ സെൻട്രൽ പൂളിൽ നിന്ന്, പഞ്ചാബിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ അരി കൊണ്ടുവന്നിട്ടാണ്
3 നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ചർച്ച വേറൊരു വഴിയിലാണ്. അല്ല സാർ, കൃത്യമായ വഴിയിലാണ്. കാര്യം എന്താ അറിയോ? ജൈവ കൃഷി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ജൈവകൃഷി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുക സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. സാധ്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ജൈവകൃഷി ഉപയോഗിച്ചുകൊണ്ടോ? നിങ്ങൾ പ്രതിപാദിക്കുന്നത് കുറെ കണക്കുകളല്ല. അവനവന്റെ ഏരിയയിൽ ഓരോ ഗ്രാമവും കണക്കെടുത്ത് നോക്കൂ. ആ ഏരിയയിലേക്ക് ആവശ്യമായ പച്ചക്കറികളോ നെല്ലോ ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഗ്രാമങ്ങൾക്കുണ്ട്. യഥാർത്ഥത്തിൽ സർക്കാർ ഈ ഓർഗാനിക് ഫാമിങ്ങിന്റെ പിന്നാലെ ഒരു ഭ്രമം പോലെ പോകുന്നതിന് പിന്നിൽ ഒരു ഭാഗത്തെ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതാണോ കാരണം? കുറച്ചുകൂടി ഒരു അവധാനത ഈ കാര്യത്തിൽ എടുക്കാമായിരുന്നില്ലേ? അതായത് ഈ പറയുന്ന ജനങ്ങൾ, ഈ പറയുന്ന അമ്മ പോലും, 69 വയസ്സിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു അമ്മ പോലും പറയുന്നത് എനിക്ക് ഭയമാണ് ഈ പറയുന്ന ക്യാരറ്റ് കഴിക്കാൻ, ക്യാബേജ് കഴിക്കാൻ, അല്ലെങ്കിൽ മറ്റ് പുറത്തുനിന്നുള്ള ബീട്രൂട്ട് കഴിക്കാൻ. ഇതൊന്നും വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ അത്തരമൊരു ഭയം കുത്തിവെക്കാൻ സർക്കാർ കൂടെ നിൽക്കുന്നതിനാണ്. നാട്ടും പ്രദേശത്ത് രാജ്യത്തുള്ളൊരു അനുഭവമുണ്ട്. മുമ്പൊരിക്കലും ഇല്ലാത്ത രൂപത്തിൽ കരൾ രോഗം, കിഡ്നി രോഗം, ക്യാൻസർ വർദ്ധിച്ചു വരുന്നു. ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളാകെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. എന്താണ് ഇതിന്റെ കാരണം? സുരക്ഷിതമല്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് ഉത്തരവാദപ്പെട്ടവർ തന്നെ പറയുകയാണ്. ആ രൂപത്തിൽ അതുകൊണ്ട് വിഷമയമായ അനുവദനീയമായതിലും കൂടുതൽ വിഷാംശമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമാകണം. അതാണ് ലക്ഷ്യം. ഞാൻ പറയാം, വിഷമയമല്ലാത്ത ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകണം എന്ന് തന്നെയാണ് ശാസ്ത്രവും പറയുന്നത്. തീർച്ചയായും അതിൽ യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് നിരന്തരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. ഏതായാലും പക്ഷെ പൂർണ്ണമായിട്ടും ജൈവം കഴിച്ചാൽ ഈ ക്യാൻസർ ഒന്നും വരില്ല എന്നുണ്ടോ? ഇത് സംബന്ധിച്ചിട്ടുള്ള 6 ലക്ഷം ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനം ബ്രിട്ടനിൽ നടന്നു. കഴിഞ്ഞ വർഷമാണ് അതിന്റെ റിസൾട്ട് വന്നത്. ബ്രാഡിയുടെ ഒരു പഠനം. അതിൽ പറയുന്നത് പൂർണ്ണമായിട്ടും ജൈവാഹാരം മാത്രം കഴിച്ചിട്ടുള്ള 45,000 പേര് അതിൽ ഉൾപ്പെടുന്നു. ഈ 6 ലക്ഷം പേരിൽ അവർക്ക് 9 വർഷത്തെ കാലയളവിനുള്ളിൽ അവർക്ക് വന്ന ക്യാൻസറും 16 തരം ക്യാൻസറുകളാണ് നോക്കിയത്. അവർക്ക് വന്ന ക്യാൻസറും ബാക്കിയുള്ളവർക്ക് വന്ന ക്യാൻസറും നോക്കി കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് മനസ്സിലായത്. അപ്പൊ 9 വർഷത്തെ പഠനം കൊണ്ടാണ് ഹെറിഡിറ്റി ഉണ്ടാകും. 16 കാരണങ്ങൾ, 16 തരം ക്യാൻസറുകൾ, 16 തരം. അതിൽ ഓങ്കോജീനുകൾ അടക്കം. ചില ആളുകൾ ഓങ്കോജീനുകൾ ഇല്ല എന്ന് പറയുന്നു അടക്കം. ഹിലാൽ, യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? ഹിലാൽ, ശരിയാണ്, നമുക്ക് പ്രകൃതിയോടൊപ്പം ചേർന്ന് നിൽക്കണം. പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോന്നും പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. അതിൽ നിന്ന് മാറി നിൽക്കുക നമുക്ക് സാധ്യമല്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ളത് ഇതിനെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മൗലികവാദമായി മുന്നിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾ നിഷേധിക്കുന്നത് ശാസ്ത്രത്തെയാണ്. ഇപ്പൊ താങ്കൾ ഓക്സിജൻ മൂലകമല്ല എന്ന് പറയുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് മൂലകമാണെന്ന് പറയുന്നു. 2 ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നാൽ വെള്ളം ആവില്ല എന്ന് പറയുന്നു. ഓക്സിജൻ മൂലകമല്ലെന്ന് ഞാൻ എപ്പോ പറഞ്ഞു? പിന്നീട് താങ്കൾ എന്താണ് പറഞ്ഞില്ലല്ലോ? എലമെന്റ് ആണ് അല്ലെന്ന് ചോദിച്ചപ്പോ കെമിക്കൽ ബോണ്ടിങ് അല്ലേ? അല്ലെന്ന്. ഓക്സിജൻ ഹൈഡ്രജനുമായി ചേരുന്നത് എന്താണ്? ജൈവമൂലകമാണ്. ജൈവമൂലകമോ? അത് കേട്ടിട്ടില്ലെന്ന് വെച്ചാൽ ജൈവമൂലകം എന്ന് പറഞ്ഞാൽ ഒന്ന് വിശദീകരിക്കൂ. അതായത് ഞാൻ പറഞ്ഞ സിങ്ക് രാസമൂലകമാണ്, ഓക്സിജൻ ജൈവമൂലകമാണ്. അതിനെ കുറിച്ച് പഠിക്കണം. നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിട്ട് പറയാൻ. ഇതാണ് സാർ എല്ലാരും പറയാ, പഠിച്ചിട്ട് പറയടാ. ഒരു സംശയം വേണ്ട, പഠിക്കാതെ പറയരുത്. ഞാൻ പഠിക്കാത്ത ഒരു കാര്യം ഒന്നും നിലവിലില്ല എന്ന് പറയുന്നത് മണ്ടത്തരാണ്. എന്റെ പൊന്നു ഹിലാലെ, ഈ ഇരിക്കുന്ന ശ്രീകുമാറിന് കിട്ടിയ ഡോക്ടറേറ്റും ശ്രീകുമാറിന് കിട്ടിയ ബിരുദവും പഠനവും എല്ലാം താങ്കൾ ഇങ്ങനെ ഡോക്ടറേറ്റും ബിരുദവും കൊടുത്തത് അതന്നെ ഞാൻ ചോദിക്കുന്നത്. ഡോക്ടറേറ്റ് കിട്ടിയവർ പറയുന്നത് മാത്രം സത്യവും സാധാരണ അനുഭവത്തിലുള്ള ആളുകൾ പറയുന്നത് തെറ്റാണെന്നാണോ വിശ്വസിക്കുന്നത്? അങ്ങനെയല്ല സാർ. പകരം ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെ രീതിശാസ്ത്രങ്ങളിലൂടെയാണ് അവർ പേപ്പറുകൾ എഴുതുന്നത്. അതാണ് വ്യത്യാസം. അനുഭവം അശാസ്ത്രീയം, പഠന ഗവേഷണങ്ങൾ പേപ്പറിനകത്ത് ശാസ്ത്രീയം, അത് തത്വശാസ്ത്ര മാനദണ്ഡം അല്ല സർ. അനുഭവം എന്ന് പറയുന്നത് വെറും എംപിരിക്കലാണ്. അനുഭവമാണ് ഏറ്റവും വലിയ ശാസ്ത്രം. അല്ല സർ, അല്ല സർ, നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. ശാസ്ത്രം പറഞ്ഞതാണ് സാർ, ഞാനാണ് പറയുന്നത്. അങ്ങയുടെ അനുഭവത്തിൽ ഭൂമി പരന്നാണോ ഇരിക്കുന്നത്, ഉരുണ്ടാണോ ഇരിക്കുന്നത്? ഭൂമി ഉരുണ്ടതാണെന്ന തർക്കം പശ്ചിമേഷ്യയിലും യൂറോപ്പിലാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂഗോളമാണ്, ഭൂമി ഉരുണ്ടതാണ്. നക്ഷത്രങ്ങൾ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്നത് ഓരോന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിവുള്ള മഹാന്മാരായ ഋഷിവര്യന്മാരും
പൂർവികന്മാരും നമുക്കുണ്ടായിരുന്ന നമ്മുടെ പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞിട്ട് ശാസ്ത്ര അന്ധവിശ്വാസികൾ, ഈ വിഡ്ഢികൾ, യൂറോപ്പിലെ സയന്റിസ്റ്റുകൾ എന്ന വിഡ്ഢികൾ പറയുന്ന മാരകമായ കീടനാശിനികളുടെയും ഒക്കെ പുറകെ പോകുന്ന നമ്മളാണ് വിഡ്ഢികൾ. ശ്രീഹിലാൽ ശ്രീഹിലാൽ, നമ്മൾ റോക്കറ്റ് വിക്ഷേപിച്ചത് എപ്പോഴാണ്? റോക്കറ്റ് വിക്ഷേപിച്ചിട്ട് എന്താ നമുക്കിപ്പോ ജൈവ കീടനാശിനി കൊണ്ടുവരാനാണോ? മുനികൾ ഭൂമി ഉരുണ്ടത് പ്രപഞ്ചമൊക്കെ കണ്ടുപിടിച്ചത് ഇപ്പൊ ആകാശത്തിലെ നക്ഷത്രം ഗലീലിയോ ടെലസ്കോപ്പ് വെച്ച് നോക്കി അങ്ങയുടെ കയ്യിലിരുന്നത് പ്രേക്ഷകരെ കാണിക്കാൻ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ വരെ കണ്ടുപിടിച്ചത് ശാസ്ത്രമാണെങ്കിൽ അതിനെ നിഷേധിച്ചുകൊണ്ട് അങ്ങ് നടത്തുന്ന ഈ പ്രസംഗം അത് മൗലികവാദത്തിന്റെ ക്ലാസിക് എക്സാമ്പിൾ. നമുക്ക് തൽക്കാലം നമുക്ക് നിർത്താം. മണ്ണിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു മണ്ണ് ശാസ്ത്രം തന്നെയുണ്ട്. അത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിലെ മണ്ണിൽ പുളിരസം കൂടുതലാണ്. കേരളത്തിലെ മണ്ണിന്റെ ക്ലേ, അതിന്റെ കളിമൺ കണ്ടന്റിന് മൂലകങ്ങളെ പിടിച്ചു നിർത്താനുള്ള ശേഷി കുറവാണ്. അപ്പൊ അതിനെ പരിഹരിക്കാനുള്ള രീതിയിലായിരിക്കണം നമ്മുടെ കൃഷിയിൽ വളപ്രയോഗം വരേണ്ടത്. ചർച്ചയുടെ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ചർച്ച കണ്ട് കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് എത്തുകയാണോ വേണ്ടത്? കൃഷിശാസ്ത്രത്തിന്റെ ശാസ്ത്രീയമായ രീതി പരിചയപ്പെടുകയാണോ വേണ്ടത്? ഏറ്റവും ഒടുവിൽ ചർച്ചയുടെ ഭാഗം നമ്മൾ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു സാധാരണ കർഷകനും പച്ചക്കറി വാങ്ങുന്ന ഉപഭോക്താവും എന്തിൽ വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം എന്നുള്ളതാണ്. ശാസ്ത്രീയതയാണോ അനുഭവമാണോ സത്യം എന്നുള്ളൊരു ചോദ്യം ഇവിടെ വന്നു. ഇത് രണ്ടും കൂടെ തുലനം ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ. ശാസ്ത്രം എല്ലാ സമയത്തും ശരിയായിക്കൊള്ളുന്നില്ല. ശാസ്ത്രങ്ങൾ എത്ര പ്രാവശ്യം മാറിക്കൊണ്ടിരിക്കുന്നു. മാറുന്നതാണ് ശാസ്ത്രം. പക്ഷെ നമ്മൾ അതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ തിരിച്ചു പറയേണ്ട അവസ്ഥ വരുന്നു. നമുക്ക് അനുഭവം അങ്ങനെയല്ല. അതിന്റെ അനുഭവവും ശാസ്ത്രം കൂടെ കൂടിച്ചേർന്നാൽ മാത്രമേ ശരിയാവുന്നുള്ളൂ. പിന്നെ രാസവളങ്ങളുടെ ഉപയോഗം, ഒരു ലാൻഡിൽ രാസവളം ഉപയോഗിച്ച് ഒരു കൃഷി ചെയ്തു, അടുത്ത പ്രാവശ്യം അതേ കൃഷി ഇറക്കണം, അല്ലെങ്കിൽ വേറെ കൃഷി ഇറക്കണമെങ്കിൽ അവിടുത്തെ മൂലകങ്ങൾ കഴിഞ്ഞില്ല, അതിന് ഡബിൾ ആണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുമ്പോൾ ആ ഭൂമി തരിശാകുന്ന ഒരു അവസ്ഥ വരികയാണ്. അവിടെ കൃഷി പോലും ചെയ്യാൻ പറ്റില്ല. സംസ്ഥാനങ്ങളിലും അത്ര സംഭവം. ഹിലാലും ശ്രീകുമാരും മറുപടി പറയണം. അതിന് മുമ്പ് വളരെ പെട്ടെന്ന് റിയാക്ഷൻ. സാർ പറഞ്ഞല്ലോ ഇപ്പൊ അടുത്ത് മൂലകങ്ങൾ കുറഞ്ഞു വരികയാണ്. മൂലകങ്ങൾ കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ അടുത്ത് കുറച്ചു കാലമായിട്ട് കുറഞ്ഞു വരാൻ കാരണം? നമ്മള് കൃഷിഭൂമിയിൽ നിന്നും കൊയ്തെടുത്ത് കൊണ്ടുപോകുമല്ലേ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അത് പിന്നെ എങ്ങോട്ടേക്ക് പോകും? നമ്മൾ കഴിച്ച കക്കൂസ് ടാങ്കിലേക്ക് പോകുന്നു. തിരിച്ച് കൃഷിയിടങ്ങളിലേക്ക് നിരന്തരമായിട്ട് റീസൈക്കിൾ ചെയ്ത് വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിലെ മൂലകങ്ങൾ കുറവ് വരും. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ജൈവമായിട്ടും സംയോജിതമായിട്ടും ഈ മൂലകങ്ങൾ കൊടുക്കണം. ഇത് റീസൈക്കിൾ ചെയ്യപ്പെടുന്നില്ല പൂർണ്ണമായിട്ടും. അങ്ങനെ റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ വേണമെന്നില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ രാസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമല്ല, ബോഡിയിലെ രാസം കെമിക്കൽ എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാലും നമ്മുടെ ബോഡിയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്നുണ്ടാക്കിയതാണ്. അങ്ങയുടെ വയറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും ഈ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ വ്യത്യാസമുണ്ടോ? ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്ത് വ്യത്യാസം ഉണ്ടാവും? ഞാൻ പരിശോധിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കൃത്രിമമായി ഉണ്ടാക്കിയ സാധനമാണ് പുറത്തുള്ള മായം ഉണ്ടാവില്ല. ഞാൻ മായമുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിനെ കുറിച്ചല്ല പറയുന്നത്. പുറത്തുനിന്ന് വാങ്ങുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും അങ്ങയുടെ വയറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ ശാസ്ത്രീയമായി എന്ത് വ്യത്യാസമാണ്? ഞാൻ പരിശോധിച്ചിട്ട് അല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതാണ് ഉത്തരം. പക്ഷെ ഹിലാൽ പറഞ്ഞു വ്യത്യാസമുണ്ടെന്ന്. ഹിലാൽ പറയണം. എന്റെ വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല ഉള്ളത്. എന്റെ വയറ്റിലുള്ളത് ദഹനരസം അധികമായി വന്ന ജൈവ വസ്തുവാണ്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല. ഹൈഡ്രോക്ലോറിക് ആസിഡ് പരിശോധിച്ചാൽ കണ്ടെത്തുന്ന മൂലകങ്ങളെ അതിനകത്ത് കാണാൻ പറ്റുമെന്നേ ഉള്ളൂ. നോക്കൂ, ലാസ്റ്റ് പോയിന്റ്, ഈ ലെയ്ബിഗിന്റെ കൃഷി തിയറി, അതാണല്ലോ ആധുനിക കൃഷിശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത്. എന്താണോ മണ്ണിന് കുറവുള്ളത് അത് മാത്രം ചേർത്ത് കൊടുക്കുക. അത് എങ്ങനെയാണ് ശാസ്ത്രവിരുദ്ധമാവുന്നത്? അതാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള കാര്യം. രാസവളം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് തകരും എന്നുള്ളതാണ് പ്രചരണവും എല്ലാവരുടെയും ഭീതിയും. അങ്ങനെയല്ല. അപ്പൊ ആ 177 വർഷത്തെ പഠനങ്ങൾ ഇതിനെ കുറിച്ചുണ്ട്. അതായത് ഇംഗ്ലണ്ടിലെ അമിതമായ എന്തും പ്രശ്നമാണ് സാർ. അമിതമായി ചോറുണ്ടായാൽ, അമിതമായി ഭക്ഷണം കഴിച്ചാൽ അമിതമല്ലല്ലോ നമ്മൾ പറയുന്നത്. ശാസ്ത്രീയമായിട്ട് റെഗുലേറ്റ് ചെയ്ത് എടുക്കാനാണ്. 177 വർഷങ്ങളിലെ പഠനം കാണിക്കുന്നത് എന്താണെന്ന് അറിയോ? 177 ഇന്ത്യയിലും
ഇന്ത്യയിൽ 30-35 വർഷങ്ങളിലെ പഠനങ്ങൾ കാണിക്കുന്നത് രാസവളങ്ങളും ജൈവവളങ്ങളും ആനുപാതികമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉൽപാദനം ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കും, ഏറ്റവും രോഗങ്ങളും കീടങ്ങളും കുറഞ്ഞിട്ടുണ്ടാവും, അതിന് സ്വാദിനൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് ഈ പഠനങ്ങൾ മുഴുവൻ കാണിക്കുന്നത്. അതുകൊണ്ട് രാസവളം എന്ന് പറഞ്ഞാൽ എല്ലാം രാസവസ്തുക്കളാണെങ്കിൽ എന്തിനാ ജൈവവളം? ഈ കാണുന്ന എല്ലാം രാസവസ്തു ആണെങ്കിൽ പിന്നെ എന്തിനാ ജൈവവളം? ഒരു മിനിറ്റ് ശ്രീകുമാർ പറഞ്ഞത് ജൈവവളവും അടിസ്ഥാനമായി രാസവസ്തുക്കളാണ് എന്റെ ശരീരവും തന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ജൈവവളം എന്തിനാ? ഗോമൂത്രം പിന്നെ ജൈവവളമാണല്ലോ, ചാണകം ജൈവവളമാണ്. അപ്പൊ അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന വസ്തുതകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം രാസവസ്തുക്കളാണ്. ഗോമൂത്രത്തിൽ യൂറിയ, അപ്പൊ പിന്നെ എന്തിനാ ഗോമൂത്രം ചാണകം? നിങ്ങൾക്ക് യൂറിയ പോരെ ഞാൻ ചോദിച്ചത്. അതാണ് ഉപയോഗിക്കുന്നത്, അതല്ല അദ്ദേഹം പറഞ്ഞത്. രാസവളം മാത്രം ഇട്. അല്ല, സംയോജിത കൃഷിയാണ്. ഞങ്ങള് രാസവാദികളല്ല, നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അതിൽ രാസവളം വേണം, ജൈവവളം വേണം, ജൈവ കീടനാശിനികൾ വേണം, ബാക്കിയുള്ള എല്ലാ സാമഗ്രികളും വേണം. അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഉപയോഗം വഴി ഉൽപാദനം ഏറ്റവും രാസകീടനാശിനി ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഉൽപാദനക്ഷമത കൂട്ടുന്നതിന് വേണ്ടി ചില പ്രദേശത്തിന്റെ പ്രത്യേകതകൾ പരിശോധിച്ച് മണ്ണ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ നേരിയ തോതിൽ രാസവളം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഈ മാറ്റം ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് എലമെന്റ് നമ്മൾ കാണുന്നു. പക്ഷേ അതേസമയം ഇതിനുള്ളൊരു പ്രയാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ ഞങ്ങളും അതിനെതിരല്ല. പക്ഷെ പ്രശ്നം ഇത് അഗ്രികൾച്ചർ ആയിരുന്നു, ഇപ്പൊ അത് അഗ്രി ബിസിനസ് ആയി. അപ്പം ഈ കണക്കിലൊന്നും അല്ല ഇത് ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ട് സത്യൻ സാറ് വളരെ സത്യസന്ധനായ രീതിയിൽ വളരെ ഈ പറയുന്ന പച്ചക്കറി വിപണനം നടത്തുന്ന ഒരാളാണ്. പക്ഷെ താങ്കളെ പോലെ അല്ലാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അമിതമായ ലാഭം കൊയ്യുന്ന ഓർഗാനിക് ഫാമിംഗ് ഗ്രൂപ്പുകളുണ്ട്. ഒരു പക്ഷേ ഹിലാൽ പോലും അത് കണ്ടിട്ടുണ്ട്. 30 രൂപയുടെ സാധനം 130 രൂപയ്ക്ക് വിറ്റഴിക്കുമ്പോൾ അതെങ്ങനെയാണ് നിലവിലൊരു സാധാരണക്കാരായ കർഷകന് താങ്ങാനാവുക? മീൻസ് ഭക്ഷണം കഴിക്കുന്നവന് താങ്ങാനാവുക? അതല്ലേ നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ സ്വന്തമായി ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് നിലവിലുള്ള പ്രൊഡക്ടിവിറ്റിയെ കുറച്ചു വയ്ക്കുന്ന ജൈവ കൃഷി രീതിയെ എങ്ങനെയാണ് ഒരു ഭൂരിപക്ഷം ജനത പട്ടിണിയിലിരിക്കുന്ന ഒരു രാജ്യത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാനാവുക? ഇതിലൊരു 90% ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാലും ആവശ്യമുള്ള പച്ചക്കറി അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് വലിയ സ്ഥലമൊന്നും ആവശ്യമില്ല. കേരളത്തിലെ വിപണിയുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ മഴക്കാലത്ത് നമ്മൾ ആകെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ വിപണിയുടെ 10% മാത്രമേ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. 90% വരുന്ന പച്ചക്കറി ലോഡ് കുണ്ടോട്ടിയിൽ വെച്ച് മറിഞ്ഞു. ആ ഒരു അനുഭവം ഞാൻ കണ്ടതുമാണ്, പത്രത്തിൽ വന്നതാണ്. ലോറി മറിഞ്ഞപ്പോ അതിലെ വെണ്ടയുടെ ചാക്കാണ് പൊട്ടി വീണത്. ആ പ്രദേശത്തുള്ള ആ വയലില് ഒലിക്കാത്ത വെള്ളമാണ്. ആ വെള്ളത്തിലെ മത്സ്യങ്ങളും ചത്തുപോയി. എന്താ ഇതിന്റെ കാരണം? പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളിൽ വ്യാപകമായ വിഷത്തിന്റെ അംശമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കാൻ ആവശ്യമായ പഠനം നടന്നിട്ടുണ്ടോ കേരളത്തിൽ? അതാണ് സാമ്പിളിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ റിസൾട്ട് ആണ് പറഞ്ഞത്. ഈ അശാസ്ത്രീയമായിട്ടുള്ള പ്രയോഗങ്ങൾ തീർച്ചയായിട്ടും നടക്കുന്നുണ്ടാവും. കാരണം കൃഷിക്കാരൻ ഒരു ഐസൊലേഷനിലാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് വരുന്ന പച്ചക്കറി വരുന്നത്. അപ്പൊ അവിടെ മുഴുവൻ ശാസ്ത്രീയമായിട്ട് മുഴുവൻ പ്രയോഗിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അത് വന്നിട്ട് അത് വലിയൊരു ആശങ്ക. അത് തീർച്ചയായിട്ടും ആ സ്ഥലത്ത് അതിനുള്ള റെഗുലേഷൻ വേണം. H2O ആണ് വെള്ളം എന്ന് പറയുന്നത്. പക്ഷെ വെള്ളത്തിന് ഇത്രയും വലിയ മാർക്കറ്റ് ഉണ്ടാവുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും ഒരു ലാബിൽ ഇതുവരെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അല്ല, എന്ന് പറയാൻ പറ്റുമോ? അല്ല, വീട് ഇഷ്ടം പോലെ വെള്ളം പുറമേ ഉണ്ടാവും, ലാബിൽ ഉണ്ടാക്കിയിട്ട് കുടിക്കേണ്ട കാര്യം. മരുഭൂമിയിൽ ഉണ്ടാക്കുന്ന വെള്ളം ഇല്ലാത്ത നാടുണ്ടല്ലോ, അവിടെ നിരന്തരമായിട്ട് അല്ല, മരുഭൂമിയിൽ സൗദി അറേബ്യയിൽ പോയിട്ട് H2O കമ്പനി തുടങ്ങൂ. ഇനിയൊരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും സംയോജിച്ചുകൊണ്ട് വെള്ളം ഉണ്ടാക്കിയാൽ ഈ പ്രശ്നം പരിഹരിച്ചല്ലോ. യുദ്ധം വരെ പരിഹരിക്കാന്നാണ് തോന്നുന്നത്. വിശ്വസിക്കുന്നില്ല. അതാണ്. പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും രാസവസ്തുക്കളെ കൊണ്ട് മനുഷ്യ ശരീരം ഉണ്ടാക്കി ആരോഗ്യത്തോടെ ജീവിക്കാമെങ്കിൽ ഈ കൃഷിയെല്ലാം നിർത്തിയിട്ട് രാസ കമ്പനികൾ തുടങ്ങിയാൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഓരോ മൂലകങ്ങളും എടുത്തു കഴിച്ചിട്ട് നമുക്ക് ജീവിച്ചാൽ മതിയല്ലോ. കുട്ടി സാറിനോടാണ് എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്. ഇന്ന് രാവിലെ പുട്ടും കടലയും കഴിച്ചിട്ടുണ്ട്, ചെറുപയർ കഴിച്ചിട്ടുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുന്നു.
കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ കൊല്ലം അതിന്റെ അപ്പുറത്തെ കൊല്ലം മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഉണ്ടാക്കിയ പരിപ്പും പയറുമാണ് ഇന്ന് രാവിലെ കഴിച്ചത്. എങ്ങനെ ഇത് ജൈവമായിട്ട് 3 കൊല്ലം ഗോഡൌണുകളിൽ, രാജ്യത്തിന്റെ നിരവധി ഗോഡൌണുകളിൽ ഈ അരിയും ഗോതമ്പും പയറും അതും സാധനങ്ങളും എങ്ങനെ സൂക്ഷിക്കുന്നു? ജൈവമായിട്ടാണ്. ജയിലമല്ല. അതിന് നിലവിൽ മറ്റൊരു തരത്തിലുള്ള അപകടവും കണ്ടെത്താത്തിടത്തോളം കാലം കണ്ടെത്തിയിട്ടുണ്ടല്ലോ. എന്ത് കാലം? നിരോധിക്കപ്പെട്ട കീടനാശിനികൾ FCA ഗോഡൌണിൽ നിന്നും പിടിച്ചെടുത്ത് കേസെടുത്തിട്ടില്ലേ നമ്മുടെ കേരളത്തിൽ? അറിഞ്ഞിട്ടില്ലേ? പറയണം. എനിക്കറിയില്ല. അത് പത്രത്തിൽ ഫോട്ടോ നിങ്ങൾ അറിയണ്ട. നിങ്ങൾ ഇതെല്ലാം പഠിച്ചു നടക്കുന്നവർ. അല്ല, അതിന്റെ പേര് താങ്കൾക്ക് പറയാമായിരുന്നു നമ്മുടെ ഈ ചർച്ചയിൽ. അല്ല, എന്നാലും നമുക്ക് നിരോധിക്കപ്പെട്ടതാണോ എന്ന് അറിയാമായിരുന്നു. അല്ല, അത് ഞാനല്ല പറഞ്ഞത്. പക്ഷെ അതേസമയം ഈ പയറും പരിപ്പും ഇതില് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന രൂപത്തിലുള്ള ഒരു നിലപാട് വരണം. ഞങ്ങളെ കഴിഞ്ഞ 2 വർഷക്കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ജനങ്ങൾ മുഴുവനും കൂട്ടായി ചേർന്ന് കഴിഞ്ഞാൽ പച്ചക്കറിയുടെ കാര്യത്തിലെങ്കിലും സ്വയം പര്യാപ്തത നേടാൻ കഴിയും. തീർച്ചയായും. അത് പൂർണ്ണമായും ഈ ഇദ്ദേഹത്തിന്റെ വാദഗതിയോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ അതേസമയം ഉൽപാദനക്ഷമതയും വേണം, സുരക്ഷിതത്വവും വേണം. സുരക്ഷാപൂർണമായ ഉൽപാദനക്ഷമത വരുത്തിക്കൊണ്ട് നമുക്ക് കേരളം പച്ചക്കറിയുടെ കാര്യത്തിൽ പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും. മാഷ് പറഞ്ഞ അതിനോട് പൂർണ്ണമായിട്ട് നമ്മൾ യോജിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനം അത് തന്നെയാണ്. ശാസ്ത്രമല്ലേ അതിനുള്ള വഴി. നമ്മൾ ശാസ്ത്രത്തിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ ഈ കൈ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെ ഹാർട്ട് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, നമുക്ക് ശാസ്ത്രീയമായിട്ട് അതിൽ കെമിക്കൽ എന്തൊക്കെ ചേർന്നിട്ട് ഉണ്ടാക്കിയത് നമുക്ക് ചില കാണാൻ സാധിക്കും. കണ്ണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ണിനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരും, നമുക്ക് രക്ഷപ്പെട്ടില്ലേ? തീർച്ചയായും രക്ഷപ്പെട്ടു. സാറിന്റെ ഹൃദയത്തിൽ മിടിക്കരുത്, അങ്ങനെ പ്രത്യേകിച്ചൊരു സാധനം ഉപയോഗിച്ച് സാറിന്റെ ഹൃദയത്തിൽ മിടിക്കാതിരിക്കട്ടെ, ഒരു ആർട്ടിഫിഷ്യലായ പേസ് മേക്കർ ഹൃദയത്തിൽ പിടിപ്പിച്ച ആളുകളെ കുറിച്ച് അങ്ങ് കേട്ടിട്ടില്ലേ? ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഉണ്ടല്ലോ. ഇതെല്ലാം ശാസ്ത്രമല്ലേ? അത് അശാസ്ത്രീയമാണ്. ചർച്ച ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ശാസ്ത്രബോധത്തോടെ ജീവിക്കണമോ വേണ്ടയോ എന്നുള്ളത്. സുരക്ഷിതമായ ജീവിതം നമുക്ക് ആവശ്യമുണ്ട്. ഒറ്റ വൈക്കോലുകൊണ്ട് ഒരുപാട് പേരെ ഊട്ടാമെന്നുള്ളത് ഒരു നൊസ്റ്റാൾജിയാണ്, യാഥാർത്ഥ്യമല്ല. വീണ്ടും എത്താം മറ്റൊരു അധ്യായത്തിൽ. അതുവരെ നന്ദി.